പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. മനോഹരമായൊരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണല്ലേ. നദിയും കടലും സംഗമിക്കുന്ന ഒരു സ്ഥലമാണിത്. ഇത് നമ്മൾ ഇന്നലെ വരെ മണപ്പാട് എന്ന പ്രദേശത്തെയാണ് കണ്ടത്. ഈ കാണുന്നത് ഒരിക്കലും വറ്റാത്ത താമരഭരണി എന്ന നദിയാണ്. കടലുമായി ചേരുന്ന സ്ഥലമാണ് പുന്നക്കായൽ എന്ന സ്ഥലത്ത് ഈ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. നദിയും കടലും തമ്മിൽ സംഗമിക്കുന്ന ഒരു സ്ഥലമാണിത്. വളരെ മനോഹരമായ സ്ഥലമാണിത്. ഇവിടെ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ദൈവം നിങ്ങൾക്കൊരു വചനം നൽകുന്നു. മീഖ 7:15 ഞാൻ അവനെ അത്ഭുതങ്ങൾ കാണിക്കും. ദൈവം നിങ്ങളെ നോക്കിയാണ് പറയുന്നത്, എന്റെ മകനെ, ഞാൻ നിന്നെ അത്ഭുതങ്ങൾ കാണിക്കുന്നതാണ്. എന്റെ മകളെ, ഞാൻ നിന്നെ അത്ഭുതങ്ങൾ കാണിക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഏതോ ഒരു അത്ഭുതം നടക്കാൻ പോകുന്നുണ്ട്. ഒരത്ഭുതം നടന്നാലേ ഉള്ളൂ എല്ലാം അവസാനിച്ചിരിക്കുന്നുവെന്ന ഒരു പരിതസ്ഥിതിയിലാണോ നിങ്ങൾ എത്തിയിരിക്കുന്നത്? നിങ്ങളുടെ കുടുംബകാര്യം, അല്ലെങ്കിൽ ബിസിനസ് കാര്യം, ജോലിക്കാര്യം അഥവാ മക്കളെക്കുറിച്ചുള്ള കാര്യം, എല്ലാ പ്രത്യാശയും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരത്ഭുതം നടന്നാലേ ഇനി എല്ലാം നടക്കൂ എന്ന് ചിന്തിക്കുകയാണോ? പ്രകൃതിക്ക് വിരുദ്ധമായ ഒരു കാര്യമാണ് അത്ഭുതം. ഞാൻ നിന്നെ കാണിക്കുമെന്ന് ദൈവം പറയുന്നു. ഒരത്ഭുതം നടന്നാലേ ഉള്ളൂ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എല്ലാം അവസാനിച്ചു എന്ന്? ആ കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ കാണിച്ചു തരും എന്ന് ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവം നിങ്ങളെ നോക്കി പറയുന്നു. ദൈവം പറഞ്ഞാൽ അപ്രകാരം നിറവേറ്റിത്തരും. ഒരത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ഏത് കാര്യത്തിലാണോ പ്രത്യാശ നഷ്ടപ്പെട്ടിരിക്കുന്നത് അതിൽ ഒരത്ഭുതത്തെ നടത്തി കാണിക്കും. അപ്പോൾ അസാധ്യമായതിനെ സാധ്യമാക്കുന്ന ദൈവമാണവൻ. കടലിനെ രണ്ടായി വിഭജിക്കാനാകുമോ? അസാധ്യമാണല്ലേ. പക്ഷെ ദൈവം വിഭാഗിച്ചു, അതാണ് അതിശയം. ഒരു കടലിനെ രണ്ടായി വിഭജിച്ച് അതിന്റെ നടുവിലൂടെ ജനങ്ങളെ നടത്തിക്കൊണ്ടുപോയി. ഒരു മരുഭൂമിയിൽ 30 ലക്ഷം ജനങ്ങളെ 40 വർഷം നടത്തിക്കൊണ്ടു പോകാനാകുമോ? അവിടെ ഒന്നും തന്നെയില്ല, ഭക്ഷിക്കാനൊന്നുമില്ല, ഒരു മരം പോലുമില്ലാത്ത സ്ഥലം, ഒരു അരുവി പോലുമില്ല, ഒരു നീരുറവ പോലുമില്ല. എങ്ങനെയാണ് അവരെ വഴി നടത്താനാവുക? എന്നാൽ ദൈവം വഴി നടത്തി. അതാണ് അത്ഭുതം. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും അസാധ്യമെന്ന് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൈവം പറയുന്നു, എന്റെ മക്കളെ, നിങ്ങളെ ഞാൻ അത്ഭുതങ്ങളെ കാണിക്കാൻ പോവുകയാണെന്ന്. വിശ്വസിക്കുന്നുണ്ടോ? ദൈവം എനിക്കും ഒരത്ഭുതത്തെ കാണിക്കും. ഈ കാര്യത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കും. ഈ വാഗ്ദാനം എനിക്കുള്ളതാണ്. എന്നോട് ദൈവം സംസാരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? എന്നാൽ ഇപ്പോൾ പ്രാർത്ഥിക്കാമോ? ഏത് കാര്യത്തിലാണ് ഒരത്ഭുതം നടക്കണമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ആ കാര്യത്തിൽ ഇപ്പോൾ അത്ഭുതം നടക്കണമെന്ന് പ്രാർത്ഥിക്കാം. പിതാവേ, അങ്ങ് അത്ഭുതങ്ങളെ കാണിക്കുന്ന ദൈവമാണ്. ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനത്തിന് സ്തോത്രം. ഈ മകനും ഈ മകളും ഈ കാര്യത്തിൽ എനിക്കൊരു അത്ഭുതം നടന്നാലേ ഉള്ളൂ, അത്ഭുതം തീർച്ചയായും നടക്കണമെന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആ കാര്യത്തിലൊരു അത്ഭുതം നടക്കട്ടെ. ഇന്ന് തന്നെ ആ അത്ഭുതത്തെ കണ്ട് സന്തോഷിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ.